PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. LGS 2024 രണ്ടാം ഘട്ട പരീക്ഷയുടെ ആൻസർ കീ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു, നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായോ എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ആൻസർ കീ നോക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉമാണ്. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു, പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു. കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി നിലമ്പൂരാണ്. ഏത് രോഗത്തിന്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഉത്തരം ഓപ്ഷൻ എ എംപോക്സ്. ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം? ഓപ്ഷൻ ബി ആസാം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം? ഓപ്ഷൻ സി നാഗാലാൻഡ്. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേര്? ഉത്തരം ഓപ്ഷൻ എ ആണ്, KARSAP. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏത്? ഉത്തരം ഓപ്ഷൻ സി പ്ലാസ്മോഡെസ്മേറ്റ. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, നെഗ്ലേറിയ ഫൗലേറി. ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്? ഓപ്ഷൻ സി അമൃതം. ശ്വാസകോശത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്തരം? ഓപ്ഷൻ ബി പ്ലൂറ. 2023 രസതന്ത്ര നൊബേൽ സമ്മാനം? ഓപ്ഷൻ ബി ആണ്, 3 പേർക്ക് ലഭിച്ചു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ഓപ്ഷൻ ബി കരൾ. താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ ബി മലമ്പനി. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ? ഓപ്ഷൻ സി ഫൈബ്രിനോജിൻ. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഓപ്ഷൻ സി EEG. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ രൂപമാണ്? ഓപ്ഷൻ എ രാസോർജം. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി? ഓപ്ഷൻ സി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. അടുത്തത് നമുക്ക് തന്നിരിക്കുന്നത് ആറ്റങ്ങളെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, എല്ലാം ശരിയാണ്. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതിയതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നില്ല. അടുത്ത ചോദ്യം, നമുക്ക് ധാതുക്കളും എല്ലാ ധാതുക്കളും അയിരാണ്, എല്ലാ അയിരും ധാതുക്കളാണ്, അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല എന്ന് പറയുന്ന പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 2 മാത്രമാണ് ശരി, എല്ലാ അയിരും ധാതുക്കളാണ്. അടുത്തത് 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. വരാഹമിഹിരൻ എന്ന് പറയുന്നത് ലഘു ജാതകം, കാളിദാസൻ വിക്രമോർവശീയം, വിശാഖദത്തൻ മുദ്ര രാക്ഷസം, ശുദ്രകൻ മൃച്ഛ ഘടികം. ഓപ്ഷൻ ബി ആണ് ആൻസർ. കൃത്രിമോപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം? ഓപ്ഷൻ എ PSLV C-57. സമൂഹശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അഗസ്റ്റ് കോംതെ. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്, തെക്കേ അമേരിക്ക. മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് 2023 ലോക എന്ത് ദിന സന്ദേശമാണെന്നാണ്? ഉത്തരം ഓപ്ഷൻ സി മണ്ണ് ദിനം. ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 1988. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതാണ്? ഓപ്ഷൻ എ IUCN. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ ബി സൗദി അറേബ്യ.
രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേര് എന്ത്? ഉത്തരം ഓപ്ഷൻ സി ആണ് ZIG. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിയുപ്പ്. താഴെ കൊടുക്കുന്നവയിൽ കറിയുപ്പിന്റെ രാസനാമം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി സോഡിയം ക്ലോറൈഡ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. ഇന്ത്യയുടെ തെക്കുവടക്ക് നീളം 3214 കിലോമീറ്റർ. ഇന്ത്യയുടെ മാനകരേഖാംശം 82.5 ഡിഗ്രി പൂർവ്വരേഖാംശം. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിരാകോൾ. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, 2ഉം 4ഉമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ്. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. പെരിയാറിന്റെ നീളം എത്ര കിലോമീറ്റർ ആണ് എന്നുള്ളതാണ്. ഇവിടെ ചോദ്യം ഡിലീറ്റ് ചെയ്യും, കാരണം 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം. അപ്പോൾ ഇവിടെ തന്നിട്ടില്ല, സോ ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അടുത്തത്, ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായ ലോക്സഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ബന്ധമില്ലാത്തത് ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉമാണ്. ഉള്ളത് ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് പെടാത്തത്. സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 3 മാത്രം. ഉൽപാദനത്തിലും വരുമാനത്തിലുമുള്ള വർധനവ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പോർച്ചുഗൽ. 2023 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ലഭിച്ചത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ സി ക്ലോഡിയ ഗോൾഡിൻ. ചുവടെ നൽകിയിരിക്കുന്നതിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉമാണ്. ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം, വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗം. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ വിറ്റമിൻ എ. കേരളത്തിന്റെ പ്രധാന വരുമാന സ്രോതസ് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, നാളികേരം. ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? ശരിക്കും വരുന്നത് 28% എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇപ്പം നമുക്കിവിടെ 30% PSC കൊടുക്കുന്ന ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് ഏത് ജില്ലയിലാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, വയനാട്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻ ബി ആലപ്പുഴ. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏതാണ്? ഓപ്ഷൻ ബി ശാസ്താംകോട്ട കായൽ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ്. താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ചാമ്പൽ മലയണ്ണാൻ എന്ന് പറയുന്നത് ചിന്നാറാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രം നോക്കിയാൽ മതി. B3 എന്ന് പറയുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ റീഡ് തവളകൾ എന്ന് പറയുന്നത് കക്കയം, ചാമ്പൽ മലയണ്ണാൻ ചിന്നാർ, സിംഹവാലൻ കുരങ്ങ് സൈലന്റ് വാലി, വരയാട് ഇരവികുളം. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഓപ്ഷൻ ബി മമ്മൂട്ടി. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ. ഓപ്ഷൻ ബി ഓസ്ട്രേലിയ. കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ പത്തനംതിട്ട. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം. ഓപ്ഷൻ സി ആണ്, 2018. റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രം അല്ലാത്തത് ആര്? അല്ലാത്തത് ഓപ്ഷൻ സി ആണ്, സുമതി. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്? ഓപ്ഷൻ എ ഇരുമ്പ്. ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഇന്ദ്രാവതി ഓപ്ഷൻ സി ഗോദാവരിയുടെ പോഷക നദിയാണ്. പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം. ഓപ്ഷൻ എ ആണ്, 2003. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? ഓപ്ഷൻ ബി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി.
മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ പദ്ധതി ഏതാണ് എന്നുള്ളതാണ് ഉത്തരം. ഓപ്ഷൻ സി ഗഗൻയാൻ. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി ഓപ്പറേഷൻ സഫേദ് സാഗർ. 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത? ഉത്തരം ഓപ്ഷൻ എ മനു ഭാക്കർ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഓപ്ഷൻ സി കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി കാരക്കോറം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്? ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി? ഓപ്ഷൻ ബി ആണ് നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളത്. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ ആണ് സ്ഥിരതയോടുകൂടിയ വളർച്ച, അതുപോലെ സ്വാശ്രയത്വം. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി ആണ് 1, 2, 3. സൈനിക നടപടി, ലയനക്കരാർ, അനുരഞ്ജനം. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെപ്പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ CS കോത്താരി കമ്മീഷന്റെ ശുപാർശകൾ താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് കൊടുത്തിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇവിടെ DS കോത്താരി എന്നാണ് വരേണ്ടത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉമാണ് വരുന്നത്. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി? ഓപ്ഷൻ ഡി ദിവ്യ ദേശ്മുഖ്. 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ഇറ്റലി. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട അവകാശം? ഓപ്ഷൻ എ സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ? ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 24. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി? ഓപ്ഷൻ സി 3 ആണ് കറക്റ്റ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും. രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ എ ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. അടുത്ത ചോദ്യം 1821 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ PSC ഇത് ഡിലീറ്റ് ചെയ്യും. 1812 എന്ത് വരുന്നത്? കുറിച്യ കലാപം വരുന്നത്. അപ്പോൾ കുറിച്യ കലാപത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഈ പറയുന്ന 3ഉം ശരിയാണ്. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. പക്ഷെ വർഷം തെറ്റിച്ചു കൊടുത്തതുകൊണ്ട് ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അടുത്തത് ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ സി പാലക്കാട്. EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം? ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം. കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷകവംശം ഭരണം നടത്തിയിരുന്നത് കോലത്തുനാടാണ്. ഓപ്ഷൻ സി കോലത്തുനാട്. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവനയാണ്? ഉത്തരം ഓപ്ഷൻ സി വില്യം ബെന്റിക് പ്രഭു. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 1 മാത്രം. കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും എന്നുള്ളതാണ് ശരി. ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏത്? ഓപ്ഷൻ ഡി പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന? ഓപ്ഷൻ സി അലിഗഡ് പ്രസ്ഥാനം. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ? ഓപ്ഷൻ ബി ആണ് മിറാത്തുൽ അക്ബർ, സമ്പാദ്, കൗമുദി എന്നിവ. അടുത്തത് മാത്സിലെ ചോദ്യങ്ങളാണ്. തുക കാണുക. 3+6+9+etc+90 എന്ന് കൊടുത്തിട്ടുണ്ട്. തുക ഉത്തരം ഓപ്ഷൻ എ ആണ് 1395. A ബിയുടെ അച്ഛനാണ്, C ഡിയുടെ സഹോദരനാണ്, E സിയുടെ അമ്മയാണ്, Bയും Dയും സഹോദരന്മാരാണ്. Eക്ക് എയുമായുള്ള ബന്ധം എന്ത്? ഉത്തരം ഓപ്ഷൻ എ ആണ് ഭാര്യ. ഒരു കോഡ് ഭാഷയിൽ FMPQC എന്നത് ഹോഴ്സ് ആണെങ്കിൽ ഇതേ കോഡ് ഭാഷയിൽ ILGDC എന്ന് പറയുന്നത് എന്തായിരിക്കും? ഉത്തരം ഓപ്ഷൻ ഡി ആണ് നൈഫ്. അടുത്തത് ഹരിക്കുക എന്ന് പറയുന്നത് ഗുണിക്കുന്ന ചിഹ്നവും ദെൻ കുറയ്ക്കുക എന്ന് പറയുന്നത് കൂട്ടുന്നത്, കൂട്ടുന്നത് കുറയ്ക്കുന്നത്, ഗുണിക്കുന്നത് ഹരിക്കുന്നതുമാണെങ്കിൽ
4 ഹരിക്കണം 3 മൈനസ് 2 പ്ലസ് 6 ഇൻറ്റു 3ൻ്റെ വില എത്ര? ഉത്തരം ഓപ്ഷൻ എ ആണ് 12. എക്സും വൈയും ഒറ്റസംഖ്യയാണെങ്കിൽ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും ഇരട്ട സംഖ്യ? ഉത്തരം ഓപ്ഷൻ സി ആണ് എക്സ് പ്ലസ് വൈ. ഒറ്റയാൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 47. 1,00,000-ൽ എത്ര 100 ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ഓപ്ഷൻ എ ആണ് 1000. അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും. എങ്കിൽ അപ്പുവിൻ്റെ പ്രായം എത്ര? ഉത്തരം ഓപ്ഷൻ എ ആണ് 3. രാമൻ ഒരു ക്യൂവിൽ മുന്നിൽ നിന്ന് 9-ാമനും പിന്നിൽ നിന്ന് 15-ാമനുമാണ്. എന്നാൽ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 23. 2024 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്ത വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി 2052. അടുത്തത് റൂട്ട് ഓഫ് എക്സ് ബൈ 221 ഇസ് ഈക്വൽ ടു 2 ആയാൽ എക്സിൻ്റെ വില എന്ത്? ഉത്തരം ഓപ്ഷൻ ഡി 884. 10 സംഖ്യകളുടെ ശരാശരി 23 ആണ്. ഇതിലെ ഓരോ സംഖ്യയോടും 4 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യകളുടെ ശരാശരി എത്ര? ഉത്തരം ഓപ്ഷൻ എ ആണ് 27. ഒരു സ്കൂട്ടർ 9,200 രൂപയ്ക്ക് വിറ്റപ്പോൾ 15% ലാഭം കിട്ടി. എങ്കിൽ വാങ്ങിയ വില എത്രയാണ്? ഓപ്ഷൻ എ 8,000. ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് 60 km/h വേഗതയിലും തിരിച്ചു ബിയിൽ നിന്ന് എയിലേക്ക് 40 km/h വേഗതയിലും യാത്ര ചെയ്താൽ യാത്രയുടെ ശരാശരി വേഗത എത്ര? ഉത്തരം ഓപ്ഷൻ ബി 48. 2, 11, 32 അടുത്ത സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് 71. പൈഥഗോറസ് ത്രികങ്ങൾ അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് 8, 7, 3. 5 + 2 × 3 - 1/2 × 6 എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 8. അടുത്ത ചോദ്യം PSC ഇവിടെ ആൻസർ ഇല്ല, ഡിലീറ്റഡ് ആവും. അടുത്ത താഴെ തന്നിരിക്കുന്നതിൽ വലിയ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് 17/5. അടുത്ത ഈ പറയുന്നതിൻ്റെ വില കാണുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 1.1 × 1.11 വില കാണാനാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് 1.221 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 100 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പരീക്ഷ എഴുതി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത ഘട്ടങ്ങളിലേക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്